ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് യൂട്യൂബിൽ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണ നമുക്ക് ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ നമ്മുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും അയച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ സാധാരണ അതിന്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ അയച്ചു കൊടുക്കാറ്. അല്ലെങ്കിൽ നമ്മൾ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന ചാനലാണെന്നുള്ളത്. അത് നമുക്ക് സ്വന്തം ചാനലാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് യൂട്യൂബിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് QR വെച്ചിട്ട് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മുടെ വാട്സപ്പിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ QR വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിലും ഈ ഒരു അടിപൊളി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും, യാതൊരു സംശയവും വേണ്ട. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. സാധാരണ ഇത് വാട്സപ്പിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് യൂട്യൂബിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ട്, ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് കാണുന്നുണ്ട്. അതിന്റെ നടുവിലായിട്ട് ഇവിടെ നമ്മുടെ ചാനലിന്റെ തൊട്ടടുത്തായിട്ട് വ്യൂ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടേ, നമ്മുടെ ആ ഒരു ഇമെയിൽ ID നമ്മുടെ ചാനലിന്റെ പേര് കാണിക്കുന്നതിന്റെ വ്യൂ ചാനൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ചാനലിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് ആ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. നമുക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, വാച്ച് ഓൺ TV, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ആ ഷെയർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഏത് മീഡിയയിൽ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ അതിന്റെ തൊട്ട് താഴെ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ QR കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ ചാനലിന്റെ QR കോഡാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ചാനലിന്റെ കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ തന്നെ ചാനലാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യണമെങ്കിൽ ഈ QR കോഡ് ഇവിടെ കണ്ടില്ലേ, താഴെ സേവ് ടു ക്യാമറ റോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോണിലേക്ക് ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഈ ചാനലിന്റെ കാര്യങ്ങൾ, ഈ ചാനൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്തു. ക്യാമറയിൽ ഏറ്റവും മുകളിലുള്ള കണ്ടില്ലേ, ഇവിടെ ഗൂഗിൾ ലെൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഇപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ QR ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, നമുക്ക് നമ്മുടെ ചാനൽ ഓപ്പൺ ആവുന്നുണ്ടോ എന്നുള്ളത്. ഇതുപോലെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഷോപ്പിന്റെ മുന്നിലൊക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേ ഉപകാരങ്ങൾ ഇതിനുണ്ട്. അപ്പം നമ്മൾ ഇമേജസിൽ ആ ഒരു QR കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടിട്ട് ആ ചാനലിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ കണ്ടോ, കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. youtube.com ആ ചാനലിന്റെ കാര്യം കാണിക്കുന്നുണ്ട് അല്ലെ, ലിങ്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ നോക്കാം, കറക്റ്റ് ആയിട്ട് അതിലേക്ക് തന്നെയാണോ പോകുന്നത്. വാവ്, കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ആ ഒരു ചാനലിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് സാധാരണ നമ്മൾ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ആ ലിങ്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാനൊക്കെ. പക്ഷെ ഇതേപോലുള്ള QR കോഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങൾക്കും ഇത് ഉപകരിക്കുന്നതാണ്.